അജയ നമ്മളുടെ GCC കൺട്രീസിലെ സാഹചര്യം, ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം ഞാൻ അറിയാമല്ലോ. നമ്മളെ വിളിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് ആയിരുന്നാലും നമ്മുടെ കൊളീഗ്സ് ആയിരുന്നാലും നമ്മളോട് പങ്കുവയ്ക്കുന്ന നാളെ ഇനി എന്താവും, ഈ യുദ്ധം എന്ന് കഴിയും എന്നൊക്കെയുള്ളൊരു എന്നുവെച്ചാൽ എല്ലാവരുടെ ഒരു സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരുടെയും ഉള്ളിലും ഭീതിയുണ്ട്. ഇപ്പൊ ഈ പറയുന്ന ഞാനാണെങ്കിലും എനിക്കും നല്ല ഭയമുണ്ട്, നാളത്തേക്ക് നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന്. ഈ ഒരു എല്ലാവരുടെയും ആ ഒരു ചിന്താഗതിയെ കുറിച്ച് ഈ ചാനലുള്ള കാഴ്ചപ്പാട് എന്താണ്? ഇത് ഒരുതരം ആകുലതയാണ്, മനസ്സിലായില്ലേ? ഈ ആകുലത നമുക്ക് ഭയം കൊണ്ടുണ്ടാവുന്ന ഒരു ആകുലതയാണ്. ഈ അന്നസറി ആയിട്ടുള്ള ആകുലത ഒന്നും നമ്മളെ സഹായിക്കാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ നമ്മുടെ മനോധൈര്യത്തെ ഇത് ദുർബലമാക്കാനും സാധ്യതയുണ്ട്. ഈ സമയത്ത് ഒരു പേർഷ്യൻ കഥയുണ്ട്. ഈ പകർച്ചവാദി പിടിപെട്ട ദേശത്ത് ഒരു 100 പേരുടെ ജീവൻ എടുക്കാൻ വേണ്ടി, ആയുസ് എടുക്കാൻ വേണ്ടി ഒരു മരണദൂതൻ വരികയാണ്. മരണദൂതൻ തിരിച്ച് മുകളിൽ എത്തുമ്പം ദൈവം പറയുന്നുണ്ട്, നിന്നോട് ഞാൻ 100 പേരുടെ ആയുസ് എടുക്കാനല്ലേ പറഞ്ഞത്, നീ എന്ത് 1000 പേരുടെ ആയുസ് എടുത്തിട്ട് വന്നു. അപ്പം മരണദൂതൻ കൊടുക്കുന്ന കൂളായിട്ടുള്ള മറുപടി ഇതാണ്, നടന്നതല്ല, 100 പേര് മരിച്ചു വീണപ്പം അത് അറിഞ്ഞപ്പോൾ വാർത്ത കേട്ട് ബാക്കി 900 പേര് മരിച്ചുപോയി എന്നാണ് മരണദൂതൻ പറയുന്നത്. ഓർക്കുന്നില്ല, നമ്മുടെ കൊറോണ സമയത്ത് മഹാമാരി വന്ന സമയത്ത് ഓർക്കുന്നില്ലേ? ഒത്തിരി പേര് പേടിച്ചിട്ട് ഈ കെട്ടിടങ്ങളിൽ നിന്ന് ചാടി മരണപ്പെട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. കാരണം ഇനി അതിനൊരു മരുന്നില്ല, പ്രതിവിധിയില്ല, അങ്ങനെ കൊണ്ട് പേടിച്ചിട്ട് മരിച്ചവരാണ്. വേറൊരു കാര്യം സൂചിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും വലിയ കരുത്തരായ ഒരു തലമുറയാണ് നമ്മൾ ഏത് ദുരന്തത്തിലൂടെയാ കടന്നു പോകാത്തത്, ഏത് ദുരന്തത്തെ അഭിമുഖീകരിക്കാത്തത്. സുനാമി, പിന്നെ പ്രളയം, കൊറോണ, പിന്നെ ഇപ്പം യുദ്ധം. നമ്മൾ ഇതിനേക്കാളും വലിയ ദുരന്തത്തിൽ അതിജീവിച്ചവരാണ്. നമ്മൾ ഇതും അതിജീവിക്കും. ഞാനോ മോളോ ഇപ്പം അവിടെ റോഡിൽ പോയിരുന്ന് യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം അവസാനിക്കുമോ? ഒരിക്കലും അവസാനിക്കില്ല. എന്തെന്ന് വെച്ചാൽ ഇതൊരു ആഗോള പ്രശ്നമാണ്. നമ്മുടെ ബിയോണ്ട് കൺട്രോളിൽ, നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത ഒരു കാര്യത്തെയും കുറിച്ച് നമ്മൾ കൂടുതൽ ആകുലപ്പെടരുത്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ, ഈ സേഫ്റ്റി മുൻകരുതലുകൾ എടുക്കുക. പിന്നെ എല്ലാം നിയന്ത്രിക്കുന്നതിനായ സർവേശ്വരന് വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവുക. എല്ലാം ശരിയാവും. നമ്മൾ ഇതും അതിജീവിക്കും.